ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ നല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാ മസാല ദോശ ഉണ്ടാക്കാനുള്ള പൊട്ടറ്റോ വേവിച്ചെടുത്തു. പൊട്ടറ്റോ മാത്രമല്ല കേട്ടോ വേവിച്ചെടുത്തത്, ഫുൾ മസാലയാണ് ഒന്നിച്ച് ഞാൻ കുക്കറിൽ വിസിലടിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ ചെയ്യുന്നത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ മസാല സെപ്പറേറ്റ് ആക്കും, പൊട്ടറ്റോ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചെടുക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു മടി കാരണം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് എനിക്കും തോന്നിയത്. ടേസ്റ്റിനൊന്നും ഡിഫറൻസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റേത് നമുക്ക് കുക്കറിൽ ആദ്യം വേവിച്ചെടുത്ത് പിന്നെ മസാല വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കത് കുറച്ച് കഷ്ടമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ എന്താ അറിയോ, പെട്ടെന്ന് പരിപാടി തീരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, മസാല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എങ്ങനെ മസാല ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ്, ഒരു 3-4 ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ 2 വലിയ ഉള്ളി, 2-3 പച്ചമുളക്, അത്രയാണ് ഞാൻ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വറവിട്ട് അതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കുക്കറിൽ വിസിലടിക്കണേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പൊളി ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ. അത് ഞാൻ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ കഷ്ണങ്ങൾ ഇത്രയാണുള്ളത്. ഇതിലേക്ക് ഞാനിനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. ഈ ഒരു കഷ്ണങ്ങൾ വെന്ത് കിട്ടാനുള്ളത് മാത്രമേ ഒഴിക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കിത് ഉടച്ചെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മസാല കുറച്ച് വെള്ളം പോലെയാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കുക്കർ തുറന്ന് നോക്കുമ്പോൾ വിസിലടിച്ച് തുറന്ന് നോക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഉടയ്ക്കുന്നതിന് മുന്നേ ആ വെള്ളം കുറച്ചൊന്ന് ഊറ്റിയെടുക്കണം. എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്തി കൊടുത്താൽ മതി അതിലേക്ക് ആ വെള്ളം കേട്ടോ. അപ്പോഴും നമുക്ക് മസാല കറക്റ്റായിട്ടുള്ള ഇതിൽ കിട്ടുക. അത് വിചാരിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം അത് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഞാനൊരു 2 വിസിലടിച്ചിട്ടെ. അപ്പോൾ നിങ്ങളെ ഉരുളക്കിഴങ്ങിൻ്റെ വേവ് എങ്ങനെയാ വെച്ചാൽ അതുപോലെ വിസിലടിക്കുക കേട്ടോ. ഇനി അതുപോലെ ഞാനൊരു സ്പ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ദോശേൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി പോലെ ഒരു ഇതായി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ആവശ്യമായ സ്പൈസി എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വറ്റൽമുളക് എടുക്കാം. 1 വെല്ലുള്ളിയും അതുപോലെ 5-6 പോള വെളുത്തുള്ളി, ഇത്രയും അടുത്ത് ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്പ്രെഡ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ദോശേൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നമുക്ക് ചെയ്യാം, പക്ഷെ അതിന് ഒരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ അത് എൻ്റെ കുക്കറൊക്കെ വിസിലടിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കറക്റ്റ് വെള്ളമായിരുന്നു വെച്ചത്. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അടിയിൽ വെള്ളം ഉണ്ടോയെന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളമൊന്നുമില്ല, കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല. അപ്പം ഇനി ഇത് കൂളായിട്ട് നമുക്കിത് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ. അപ്പോൾ എൻ്റെ ഉടയ്ക്കുന്ന സാധനം ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. നമുക്ക് ഉടച്ചെടുക്കാനൊക്കെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ ഉടഞ്ഞ് കിട്ടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും. നല്ല ഈസി ആയിട്ട് നമുക്ക് പരിപാടി നടക്കും കേട്ടോ. ഇത് നല്ല പോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല മല്ലിയില നല്ല പോലെ കൊത്തി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷായ കറിവേപ്പില ഇല്ലാത്ത കാരണമാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കറിവേപ്പില അത്ര ഫ്രഷ് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മല്ലിയില കേട്ടോ. മല്ലിയില നല്ലപോലെ കൊത്തി എരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് ഇത്. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ
ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടോ ഇതിന്. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മസാല ദോശയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് ഇതിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി എനിക്ക് പറയാനുള്ളത് ദോശക്കല്ലിനെ പറ്റിയ കേട്ടോ. അപ്പോൾ നല്ല വട്ടമുള്ള ദോശക്കല്ല് എടുക്കണേ. നമ്മൾ മസാല ദോശയാകുമ്പോൾ നല്ല വലിപ്പം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു സജഷനും കൂടെ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്നത് കാസ്റ്റ് അയണിൻ്റെ ദോശക്കല്ലാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ആയിട്ടോ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനെന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കണ്ടതെന്താണെന്ന് വെച്ചാൽ, നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കേടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും നമ്മൾ നോൺ സ്റ്റിക്ക് മാറ്റണം. അപ്പോൾ ഈ അയണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം അയൺ ഉപയോഗിക്കാനുള്ള ഗുണം എന്താണെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ദോശേൻ്റെ കല്ല്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ്. നമുക്ക് ദോശക്കല്ല് മാറ്റുകയും വേണ്ട, ഇടയ്ക്ക് ഒരു കേടുമില്ല. പക്ഷേ ഇത് കൊണ്ട് നടക്കാൻ നമ്മളൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. ഒന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കഴുകിയിട്ട് വെള്ളത്തോടു കൂടി എടുത്ത് വയ്ക്കരുത്. ഒരു തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി അതിൽ എണ്ണ പുരട്ടിയിട്ട് മാറ്റി വയ്ക്കണം. അത്രയും മാത്രമേ നമ്മൾ കാസ്റ്റ് അയണിൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഏതൊരു ചട്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് മാത്രമാണ്. പിന്നെ മയപ്പെടുത്തേണ്ട ഒന്നും ആവശ്യത്തിനില്ല. ഇതൊക്കെ അതുപോലെ റെഡി ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതാ എൻ്റെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം കല്ലിൻ്റെ മുകളിൽ തേച്ചത് നല്ലെണ്ണയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ദോശ നല്ലപോലെ പരത്തിയെടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡ് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ദോശയുടെ മുകളിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ദോശ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഇളക്കിയെടുക്കും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറച്ചിട്ടിട്ട് രണ്ട് സൈഡും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡേ ചെയ്യുന്നുള്ളൂ. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കനം കുറഞ്ഞ് പരത്തിയത് കാരണം ഫുള്ളായിട്ട് കുക്കാവും കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട. ഞാൻ എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ദോശ ഒന്ന് കല്ലിൽ നിന്ന് അടർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പ്രെഡ് ഇട്ടിട്ട് ഒരു സ്പൂൺ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ദോശയുടെ മുകളിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെയൊക്കെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ചട്നി സാമ്പാറൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. പിന്നെ നമ്മൾ ഈ ദോശയുടെ ടേസ്റ്റും നമ്മുടെ മസാലേൻ്റെ ടേസ്റ്റൊക്കെ അറിയണമെങ്കിൽ നമ്മളിത് ഇതുപോലെ തന്നെ കഴിക്കണം. നമ്മളിത് ചട്നിയിലൊക്കെ മുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ചിലർക്കൊക്കെ ആ ടേസ്റ്റാണ് ഇഷ്ടം. പക്ഷേ എനിക്കും ഇവിടെ എല്ലാവർക്കും മക്കൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇതിന് ചട്നി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചട്നിയൊന്നും എൻ്റെ പ്ലേറ്റിൽ കാണാത്ത കേട്ടോ. ഇതിങ്ങനെ ഞങ്ങൾക്ക് ഈ മസാല കൂട്ടി കഴിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതെൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയുടെ സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം പ്ലേറ്റിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ടല്ലേ മസാല ദോശ ഉണ്ടാക്കിയത്. മസാല ദോശ കഴിക്കാൻ ഇനി നമ്മളെന്തായാലും ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കൂളായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ മസാല ദോശ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.